തിരുവിതാംകൂറിന്റെയും തിരുവനന്തപുരത്തിന്റെയും വ്യാപാര മേഖലയുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ കഥ പറയുന്ന പൈതൃക നിർമ്മിതിയാണ് വലിയതുറ കടൽപ്പാലം. ഒരു കാലത്ത് തിരുവനന്തപുരത്തേക്ക് കടൽ മാർഗമുള്ള ചരക്ക് നീക്കം മുഴുവൻ ഈ കടൽപ്പാലത്തിലൂടെയായിരുന്നു നടന്നിരുന്നത്. പഴയ ഗോഡൌൺ ബിൽഡിംഗ്സ് ഗവൺമെന്റ് മാരിടൈം ഓഫീസായും കുറച്ച് ബിൽഡിംഗ് മഴക്കാലത്ത് ദുരിതാശ്വാസ ക്യാമ്പായും ഇപ്പോൾ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ടോട്ട ചുഴലിക്കാറ്റിൽ കടൽപ്പാലത്തിൽ സാരമായ വിള്ളലും കേടുപാടുകളും സംഭവിച്ചിരിക്കുന്നു. അതിനാൽ പാലത്തിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നുവെന്ന ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആയിരത്തി 1947 SS പണ്ഡിറ്റ് എന്ന കൂറ്റൻ ചരക്ക് കപ്പലിടിച്ചാണ് പാലം തകരുന്നത്. പാലത്തിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്ന സമയത്താണ് SS പണ്ഡിറ്റ് എന്ന കൂറ്റൻ ചരക്ക് കപ്പൽ നിയന്ത്രണം വിട്ട് പാലത്തിൽ ഇടിക്കുന്നത്. അന്ന് അപകടത്തിൽ 5 പേർക്ക് ജീവഹാനി ഉണ്ടായി. കടൽപ്പാലം തകർന്നതോടെ വലിയതുറയിലെ വാണിജ്യ മേഖലയും തകർന്നു. 127 കോൺക്രീറ്റ് തൂണുകളിലാണ് പാലം നിലനിന്നത്. ധാരാളം ഫുട്ബോൾ താരങ്ങളെ സംഭാവന ചെയ്ത ഒരു നാട് കൂടിയാണ് വലിയതുറ. പിൽക്കാലത്ത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി നിലകൊണ്ടുവെങ്കിലും 2020 പാലത്തിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ശംഖുമുഖത്ത് എയർ ഷോ നടക്കുമ്പോൾ കാണാൻ പോയി നിന്നിട്ടുള്ള പാലമാണ് ഇത്. ഇന്ന് ഈ ചരിത്ര സ്മാരകം തകർച്ചയിലാണ്.